അത് ഇവരുടെ പരിശോധനയിൽ അതിനേക്കാൾ കൂടുതൽ വില ആ കെട്ടിടത്തിനുണ്ട് എന്ന് ഒരു സൂചന ഉണ്ടായിരുന്നു. അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുള്ളി പറഞ്ഞതും ഇപ്പോൾ അന്വേഷിക്കുന്ന കാര്യവും വെച്ച് നോക്കുമ്പോൾ ഒരു പൊരുത്തപ്പെടാത്ത പോലെയുണ്ട്. അതായത് 60 മടങ്ങിലധികം താങ്കൾ സമ്പാദിച്ചു, അനധികൃതമായ സ്വത്ത് സമ്പാദനം. യഥാർത്ഥത്തിൽ അത് വിജിലൻസിന്റെ മുന്നിലേക്ക് വരുമ്പോൾ നികുതി കുറച്ച് കാണിച്ചൊരു സംഭവമായി മാത്രം വരുന്നു. അല്ല, അത് അവർ സൂചിപ്പിച്ചിരുന്നു. ഇതുപോലുള്ള ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരാതിയുടെ ഭാഗങ്ങൾ അവർ എന്നെ വായിച്ച് കേൾപ്പിച്ചു. ഞങ്ങൾ സ്വത്ത് സമ്പാദനം കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലുണ്ടായില്ല. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിസ്തീർണം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ പരാതി പറഞ്ഞിരുന്നത് 2016 മുതൽ ചിന്നക്കനാൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വിജിലൻസിന് മുമ്പിൽ ഹാജരായതിനു ശേഷം മാത്യു കുഴൽനാടൻ എം എൽ എ മാധ്യമങ്ങളെ മുമ്പ് അത് നമ്മൾ മത്സരിക്കുന്നതിനുള്ള 5 വർഷം മുമ്പുള്ള നമ്മുടെ നികുതി അല്ലെങ്കിൽ ആദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള വരുമാനം ഇത്രയാണ്, എന്നാൽ മാത്യു ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ വലിപ്പം ഇത്രയാണ് എന്ന് പറഞ്ഞാണ് പരാതി. അപ്പോൾ 2000 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഞാൻ 2007 മുതൽ നികുതി കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയുടെ കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തെ വരുമാനം ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത്. അത് പക്ഷേ ഇവരുടെ പരാതി പറഞ്ഞിരിക്കുന്ന ഈ 5 വർഷത്തെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സമ്പാദിച്ചു. അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കും അവരത് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായില്ല. ഇങ്ങനെയൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാണ്ടി അങ്ങനെ ഒരു ഒബ്സർവേഷൻ മാത്രം എന്നോട് ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് അവർ ചോദിച്ചിരുന്നു. അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അറിവ്, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവർ സ്വാഭാവികമായിട്ടും ആധാരത്തിൻ്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ ഇത് സർക്കാരിൻ്റെ കേസുകളിലോ അല്ലെങ്കിൽ SC/ST വിഭാഗത്തിന് നൽകിയ ഭൂമിയോ അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും നിയമ തടസ്സങ്ങളുള്ള ഭൂമി അല്ല എന്നുള്ള അണ്ടർടേക്കിങ്ങോട് കൂടിയാണ് ആധാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആ ഉത്തമ വിശ്വാസത്തിലാണ് ആധാരം ചെയ്തതെന്ന് മറുപടി. താങ്കൾ ഈ ഇടുക്കിയിലെ പ്രത്യേകിച്ച് ചിന്നക്കനാലിലെ അടക്കം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതാണ്, കോടതിയിൽ ഇടപെടുന്നവരാണ്. ആ ലാൻഡിൻ്റെ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ കൃത്യമായിട്ട് ഈ ഭൂമി കരം സ്വീകരിക്കരുതെന്ന് എഴുതിയിരുന്നു. അത് പരിശോധിച്ചില്ല ആ സമയത്ത്? ഇല്ല, ആ ഭൂമിക്ക് അന്ന് കരടച്ച രസീതും ബാക്കി എല്ലാ അനുബന്ധ രേഖകളും ലൈവായിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത്. ഇന്നും ഞങ്ങൾ കരടയ്ക്കുന്നുണ്ട്. ഇന്നും ആ ഭൂമിയെ സംബന്ധിച്ച് മറ്റ് ആക്ഷേപങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് അത് ബോധ്യപ്പെടുകയും നോർമലി ബയർ ബിവെയർ എന്ന് പറയുമ്പോൾ ഒരു ഭൂമി വാങ്ങാനായി ചെല്ലുന്നയാൾ പരിശോധിക്കേണ്ടതും നോക്കേണ്ടതുമായ എല്ലാ റെക്കോർഡുകളും ഇൻപ്രോപ്പർ ആയിരുന്നതുകൊണ്ടാണ് ആ ഭൂമി വാങ്ങിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതുമൊക്കെ ഈ ആക്ഷേപത്തിൽ പരാതിയിൽ വന്നതായതുകൊണ്ട് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു അതിങ്ങനെ ആ പ്രോപ്പർട്ടി വാങ്ങിയതും അതിൽ നടത്തിയ ഇമ്പ്രൂവ്മെൻറ്റ്സും നടത്താൻ ഉദ്ദേശിച്ച ഇമ്പ്രൂവ്മെൻറ്റ്സും ചേർത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ്റെ ഒരു റഫ് ഫിഗറാണ് ഞാൻ ആ കോളത്തിൽ എഴുതിയത് എന്നും മറുപടി നൽകി. അത് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ജനങ്ങളും വിലയിരുത്തുമല്ലോ, പൊതുജനവും കാണുമല്ലോ. പൊതുജനം അങ്ങനെ മണ്ടന്മാരല്ലല്ലോ. ഇവരിപ്പോൾ ഇതിൻ്റെ അകത്തിനിപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ നടപടി ചിന്നക്കനാൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസിന് മുന്നിൽ ഹാജരായതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ.